നിങ്ങളൊരു മെഴ്സിഡസ് ആരാധകനാണെങ്കിൽ ഈ ചിത്രം നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് മെഴ്സിഡസ് F1 ടീം. ചൈനീസ് ഗ്രാൻഡ് പ്രിയിലെ പോഡിയം സ്ഥാനങ്ങളെ നമുക്ക് അങ്ങനെ പറയാം. ആദ്യ ജയം കുറിച്ച് ന്യൂ സ്റ്റാർ കിമി ആൻ്റണലി, ചാമ്പ്യൻഷിപ്പ് ലീഡ് ഉയർത്തി ജോർജ് റസൽ, ഫെറാറിയിൽ ഹാമിൽട്ടൻ്റെ ആദ്യ പോഡിയം, പിന്നെ ചില പ്രൈം റേസിംഗ്. എല്ലാം കൊണ്ടും ഒരു F1 ആരാധകന് വേണ്ടതെല്ലാം ചൈനയിൽ കിട്ടിയിട്ടുണ്ടാകും. അവസാനത്തോടെ റേസ് കുറച്ച് ബോറിംഗ് ആകുമെന്ന് കരുതി, പക്ഷേ രണ്ട് ഫെറാറികളുടെ ബാറ്റിൽ കാര്യങ്ങൾ രസകരമാക്കി. എന്തൊക്കെയാണ് ചൈനീസ് ഗ്രാൻഡ് പ്രിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ നമുക്ക് നോക്കാം. ആന്ദ്രയ കിമി ആൻ്റണലി, നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. 19 വയസ്സും 6 മാസവും ആദ്യമായി ഫോർമുല 1ൻ്റെ ടോപ്പ് സ്റ്റെപ്പിൽ ഇടം പിടിച്ചിരിക്കുന്നു. ക്വാളിഫയിങ്ങിൽ പോൾ പൊസിഷൻ നേടി ഞെട്ടിച്ച താരം പിന്നീട് റേസിൽ വിജയവും കൊണ്ടുപോയി. ടോട്ടോ വുൾഫിൻ്റെയും മെഴ്സിഡസിൻ്റെയും വിശ്വാസം കാത്തുസൂക്ഷിക്കാനും യുവ ഇറ്റാലിയൻ താരത്തിനായി. ഒരു സീസൺ മുമ്പ് സാക്ഷാൽ ലൂയിസ് ഹാമിൽട്ടന് പകരമായി ഒരു 18 വയസ്സുകാരനെ ടീമിലെത്തിച്ചപ്പോൾ പലരും പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. എന്താണ് മെഴ്സിഡസിൻ്റെ പ്ലാൻ? ഹി വാസ് നോട്ട് റെഡി. ഇങ്ങനെ ഒരു വലിയ ടീമിൻ്റെ ചുമതലയേക്കാൻ ഇവൻ ആയിട്ടുണ്ടോ? പക്ഷേ ഒരു സീസണിന് ശേഷം അതേ പയ്യൻ ഫോർമുല 1ൽ തൻ്റെ ആദ്യ ജയം കുറിച്ചിരിക്കുന്നു. ഒരു ഭാവി താരോദയത്തിനാണ് ചൈനയിൽ ഷാങ്ഹായ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ആരാധകർ സാക്ഷിയായത്. സ്വന്തം ടീംമേറ്റായ ജോർജ് റസലിനേക്കാൾ 5 സെക്കൻഡും ഫെറാറിയേക്കാൾ 25 സെക്കൻഡ് ലീഡുമായാണ് കിമി ഫിനിഷ് ചെയ്തത്. ആൻഡ് വൺസ് അഗെയിൻ മെഴ്സിഡസ് ആർ ദ ടീം ടു ബീറ്റ്. തുടക്കത്തിലെ ഫെറാറി കാറുകളുടെ കുതിപ്പിനെ മാറ്റി നിർത്തിയാൽ റേസിൽ മെഴ്സിഡസ് ആധിപത്യം തന്നെയാണ് കണ്ടത്. ആദ്യ ടേണിൽ ഹാമിൽട്ടൺ മുന്നിലെത്തി, ലെക്ലർക്ക് മൂന്നാമതെത്തി. പക്ഷേ കിമി വൈകാതെ ലീഡിലേക്ക് കയറി. പിന്നീട് ആദ്യത്തെ സേഫ്റ്റി കാറിന് ശേഷം ഹാമിൽട്ടൺ ചെറിയ വെല്ലുവിളി ഉയർത്തിയെങ്കിലും ആൻ്റണലി തൻ്റെ കുതിപ്പ് തുടർന്നു. ഓരോ ലാപ്പ് കഴിയും തോറും കോൺഫിഡൻസും ലീഡും ഉയർത്തിക്കൊണ്ടേയിരുന്നു. 2016 മാക്സ് വെർസ്റ്റാപ്പൻ്റെ മാസ്പെരിക വിജയത്തിന് ശേഷം ആദ്യമായാകും ഒരു ടീനേജ് താരത്തിൻ്റെ വിജയം ഫോർമുല 1 ലോകം ഇതുപോലെ ആഘോഷിക്കുന്നത്. എന്നാൽ പുറകിലെ പോഡിയത്തിനായുള്ള ബാറ്റിലാണ് ശ്രദ്ധേയമായത്. ഹാമിൽട്ടൺ ലെക്ലർക്കും ഫെറാറിയിൽ, പുറകിൽ ജോർജ് റസലിൻ്റെ മെഴ്സിഡസും. കുറച്ചുനേരം റസൽ ഫെറാറി കാറുകളുടെ പുറകിൽ തുടർന്നെങ്കിലും പിന്നീട് 30 ലാപ്പുകൾക്ക് ശേഷം അനായാസം ഫെറാറിയെ മറികടന്ന് മുമ്പിലേക്ക് കയറി. അതേസമയം 3ാം സ്ഥാനത്തിനായി ഹാമിൽട്ടണും ലെക്ലർക്കും നടത്തിയ പോരാട്ടം കാണികളെ ആവേശത്തിലാഴ്ത്തി. 3ാം സ്ഥാനത്തിനായി ഇരുവരും വീൽ ടു വീൽ റേസിംഗ് നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കുറച്ച് പ്രൈം ഹാമിൽട്ടൺ റേസ് ക്രാഫ്റ്റും ആരാധകർ കണ്ടു. അവസാന ലാപ്പുകളിലേക്ക് നീങ്ങിയപ്പോഴാണ് ഹാമിൽട്ടൺ ലെക്ലറിൻ്റെ പിടിവിട്ട് 3ാം സ്ഥാനം തൻ്റേതാക്കി ഉറപ്പിച്ചത്. ഫെറാറിയിൽ തൻ്റെ ആദ്യ പോഡിയവും കരിയറിൽ 203ാം പോഡിയവുമാണ് ലൂയിസ് ഈ റേസിലൂടെ കുറിച്ചത്. ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് സൂപ്പർ താരത്തെ പോഡിയത്തിൽ ആരാധകർക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ സന്തോഷവും അവർക്കുണ്ടാകും. ടോപ്പ് 4 എന്തായാലും മാറ്റങ്ങളില്ല. ഫെറാറിയിൽ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനുണ്ട്. തങ്ങളുടെ എനർജി ഡിപ്ലോയ്മെൻറ്റ് ഇഷ്യൂ ഫെറാറി പരിഹരിച്ചിട്ടില്ല എന്നാണ് റേസിലെ ഹാമിൽട്ടൻ്റെ റേഡിയോ മെസ്സേജുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മെഴ്സിഡസിൻ്റെ സൂപ്പർ പവറിനെ പിടിച്ചു കെട്ടാനുള്ള വഴി എങ്ങനെയെങ്കിലും ഫെറാറി കണ്ടുപിടിച്ചേ പറ്റൂ. F1 മൂവി വൺ ആൻ ഓസ്കർ ബിഫോർ ഓസ്കർ കംപ്ലീറ്റഡ് എ ലാപ്പ് ദിസ് സീസൺ. ഓസ്കർ അവാർഡ് നേടിയ F1 സിനിമയുടെ പോസ്റ്റിന് താഴെ വന്നൊരു കമൻറ്റാണിത്. അതെ, എന്തൊരു വിധിയാണ്. ആദ്യ റേസിൽ തൻ്റേതായ പിഴവ് മൂലം പിയാസ്ട്രിക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാനായില്ല. 2ാം റേസിൽ കാറിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ മൂലം വീണ്ടും പുറത്തിരിക്കേണ്ടി വന്നു. ഇതുവരെ സീസണിൽ ഒരു റേസ് ലാപ്പ് പോലും ഓടിക്കാൻ ഓസ്ട്രേലിയൻ താരത്തിനായിട്ടില്ല എന്ന് സാരം. ചൈനയിൽ പിയാസ്ട്രിക്ക് മാത്രമല്ല, സഹതാരം നോറിസിനും DNS അഥവാ ഡിഡ് നോട്ട് സ്റ്റാർട്ട് തന്നെയായിരുന്നു വിധി. ഗ്രിഡിൽ 5ഉം 6ഉം സ്ഥാനത്ത് ക്വാളിഫൈ ചെയ്തിട്ടും റേസിന് മുമ്പ് നേരിട്ട ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ അവർക്ക് വിനയായി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം തുടക്കമാണ് നിലവിലെ ചാമ്പ്യന്മാർ നടത്തിയിരിക്കുന്നത്. മറുപുറത്ത് റെഡ് ബുളിൻ്റെ വിധിയും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പോയ 2 റേസിലും അവരുടെ ഒരു കാർ മാത്രമാണ് റേസ് ഫിനിഷ് ചെയ്തത്. ഓസ്ട്രേലിയയിൽ ഹാഡ്ജറിനാണ് ടെക്നിക്കൽ പ്രശ്നങ്ങൾ നേരിട്ടതെങ്കിൽ ചൈനയിൽ വെർസ്റ്റാപ്പനായിരുന്നു. റേസിലുടനീളം വളരെ കഷ്ടപ്പെട്ടാണ് മാക്സും ഹാഡ്ജറും റെഡ് ബുൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. തുടക്കം മുതൽ തന്നെ ഈ സീസണിലെ കാറുകളെക്കുറിച്ച് മാക്സിന് അത്ര നല്ല അഭിപ്രായമല്ല. ആദ്യം മരിയോ കാട്ടെന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നീട് ഈ റെഡ് ബുൾ കാർ ഓടിക്കുന്നത് ഒരു സർവൈവ് പോലെയാണെന്ന് പറഞ്ഞു. റേസിൽ വീണ്ടും തുടക്കത്തിലെ സ്റ്റാർട്ട് പാളി. അവസാനം DNF ആയി. ടോട്ടോ വുൾഫ് പറഞ്ഞതുപോലെ ഇതൊരു ഹൊറർ ഷോ ആയി മാറുന്നു മാക്സിന് എന്നാണ് തോന്നുന്നത്. 2 റേസിൽ 2 പവർ യൂണിറ്റ് ഡാമേജ്. വലിയ പ്രശ്നങ്ങളിലേക്കാണ് റെഡ് ബുൾ പോകുന്നത്. മെക്ലാരൻ ഒഴിച്ചിട്ട് ടോപ്പ് 10ലെ സ്ഥാനം ആര് നേടുമെന്നായിരുന്നു പിന്നീടുള്ള ചോദ്യം. 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒലിവർ ബിയർമാൻ്റെ മെച്യൂർ ഡ്രൈവും ഫ്രാങ്കോ കോളപ്പിൻ്റെയും പിയർ ഗ്യാസ്ലിയും നേടിയ ആൽപീൻ്റെ ഡബിൾ പോയിൻറ്റും അതിനുള്ള ഉത്തരം നൽകി. ഹാസ് ഉപയോഗിക്കുന്നത് ഫെറാറിയുടെ എഞ്ചിനും ആൽപിൻ ഉപയോഗിക്കുന്നത് മെഴ്സിഡസിൻ്റെ എഞ്ചിനുമായതിനാൽ അവിടെയും ഫെറാറി മെഴ്സിഡസ് ടീമുകളുടെ മേൽക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പെനാൽറ്റി ലഭിച്ചില്ലായിരുന്നെങ്കിൽ എസ്റ്റബാൻ ഒക്കോണിൻ്റെ ഹാസ് കാറും ടോപ്പ് 10ലുണ്ടായിരുന്നേനെ. ഒപ്പം പ്രശ്നങ്ങളാൽ വലയുന്ന വില്യംസ് കാറിന് അവരുടെ ആദ്യ പോയിൻറ്റും കാർലോസ് സൈൻസ് സമ്മാനിച്ചു. എന്തായാലും 2 റേസുകൾ കഴിഞ്ഞു. സെയിം സ്റ്റോറി.
ഫെറാറിയുടെ തുടക്കത്തിലെ പേസ്, കുറച്ച് നല്ല റേസിംഗ്, പിന്നെ മെഴ്സീഡസിൻ്റെ ആധിപത്യം, മിഡ്ഫീൽഡിൽ നല്ല കുറച്ച് ഇൻസിഡൻറ്റുകൾ, അത്രമാത്രം. ഇപ്പോഴും പുതിയ റേസിങ്ങിനെ പറ്റി ആരാധകരുടെ അഭിപ്രായം മാറിയിട്ടൊന്നുമില്ല. എന്നാൽ ഒരാൾ വളരെ ഹാപ്പിയാണ്, ലൂയിസ് ഹാമിൽട്ടൺ. ഈ കാറുകൾ ഓടിക്കുന്നത് ഫൺ ഉണ്ടെന്നും ഐ ആം ബാക്ക് ടു മൈ ബെസ്റ്റും എന്നാണ് 7 ടൈം വേൾഡ് ചാമ്പ്യൻ പറഞ്ഞത്. ഹാമിൽട്ടൻ്റെ മുഖത്തെ ചിരി തിരിച്ചു വന്നതോടെ F1 ഫാൻസും ഹാപ്പിയാണ്. ഇനി ജപ്പാനിലേക്കാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ ബഹ്റൈനിലെയും സൗദി അറേബ്യയിലും റേസുകൾ ക്യാൻസൽ ചെയ്തതോടെ 1 മാസത്തെ വലിയ ഇടവേളയാണ് ഫോർമുല 1 ലോകത്തിന് ലഭിക്കുക. എന്തായാലും നിങ്ങളുടെ റേസ് റിവ്യൂ, അഭിപ്രായങ്ങൾ എല്ലാം ഇവിടെ പങ്കുവയ്ക്കും.